ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു മറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് പോവാണ്. എൻ്റെ ചേച്ചിയുടെയാണ്. ബ്രൈഡ് ടു ബീനൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും, ഒരുപാടല്ല 2-3 പോയിട്ടുണ്ടെങ്കിലും മറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് ബ്രൈഡായിട്ടാണ് ഇങ്ങനെ ബ്രൈഡിൻ്റെ സൈഡിൽ നിൽക്കത്തില്ലേ, അതുപോലെ പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബാനേഴ്സ്, അതായത് സൈഡിൽ ഇങ്ങനെ ഇടുന്ന സാധനമില്ല, അതൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന പേപ്പറും പേനയൊക്കെ വെച്ച് വല്ലഭന് പുല്ലുവായുധം കിട്ടിയ സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു മോം ടു ബീയുടെ ഒരു ബാനർ ശരിയാക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സുമായിരുന്നു പോയത്. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും. അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി. ആക്ച്വലി ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ബീച്ചിലായിരുന്നു. ബീച്ചിൽ പോകാനായിട്ട് എൻ്റെ ചേച്ചി ഇങ്ങോട്ടേ പറഞ്ഞു, അവൾക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തൊട്ടടുത്ത് എവിടെയും. അപ്പോൾ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണാൻ കൊള്ളാമെന്ന് എൻ്റെ വീടിൻ്റെ താഴത്ത് കണ്ട മോസ്റ്റ് അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. അതായത് വൈകുന്നേരം ഒരു സൺസെറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വ്യൂ ആണ് അവിടെ. പക്ഷേ ഞങ്ങൾ പോയെന്ന് സണ്ണും ഇല്ലായിരുന്നു, സെറ്റും ഇല്ലായിരുന്നു, കാരണം ഭയങ്കര മഴക്കാറായിരുന്നു. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. പല പോസുകൾ പല സ്പോട്ടിൽ നിന്ന്, പല സ്പോട്ടിലെ കണ്ണത്തിൻ്റെ പല പല പോർഷനുകളിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ശരിക്കും എൻ്റെ ചേച്ചി ആയതുകൊണ്ട് നമ്മുടെ ഒരു ക്ലോസ് ടു ഹാർട്ട് ആയ ഒരാളുടെ ഇതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ട് ഇത് വേണമെന്ന് പലതവണ ആലോചിച്ചാണ്. കാരണം അതായത് എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു മനോഭാവം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ജലദോഷം വന്നപ്പോൾ അവൾക്ക് ഞാൻ കൊടുത്തു. അതുകൊണ്ട് പനി പിടിച്ച് വേണോ വേണ്ടെന്ന് ആലോചിച്ച് അവസാനം പിന്നെ തീരുമാനിച്ചു ഈ സമയമൊന്നും ഇനി ഒരിക്കലും കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ശനിയാഴ്ച പ്ലാൻ ചെയ്ത് ഞായറാഴ്ച നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തു. അതാണ് കേട്ടോ നമുക്ക് ബാനേഴ്സ് ഒന്നും കിട്ടാഞ്ഞത്. പക്ഷേ അടിപൊളിയായി. കഥയുടെ ട്വിസ്റ്റ് അവസാനം പറയാം. ആദ്യമേ ട്വിസ്റ്റ് പറഞ്ഞാൽ കഥ പൊളിഞ്ഞു പോവില്ല, അതുകൊണ്ട് നമുക്ക് കഥയുടെ ട്വിസ്റ്റ് വേണം. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആര്യ, ഇതാണ് അക്ഷയ. ഞങ്ങൾ 3 പേരും എപ്പോഴും അമ്പലത്തിലൊക്കെ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട് ഏകദേശം തൊട്ടടുത്തടുത്താണ്. അപ്പം നമ്മളിങ്ങനെ കണ്ടു ചെറുതായിട്ട് സൂര്യനൊക്കെ എത്തി നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഡള്ള് ദിവസമായിരുന്നു. പക്ഷേ സന്തോഷം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വൈറ്റ് കളറാണ് തീം പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വൈറ്റ് കളർ കിട്ടിയില്ല എന്നല്ല, കിട്ടി ഏകദേശമൊക്കെ ഒന്ന് ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ശരിക്കും ഞങ്ങളുടെ താഴത്തെ കണ്ടത്തിന് ഇത്ര ഭംഗിയുണ്ടെന്ന് നമ്മളന്ന് ഫോട്ടോഷൂട്ടിന് പോയപ്പോഴാണ് മനസ്സിലായത്. അന്നേരം കാണുമ്പോൾ നമുക്ക് വലിയ രസമില്ലല്ലോ. ഫോട്ടോഗ്രാഫി എടുത്ത് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ക്യാമറാമാൻ്റെ രീതിയിലുള്ള ഓരോരോ പോസസ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിൻട്രസ്റ്റ് നോക്കി റെഫറൻസ് ഞങ്ങൾ പിള്ളേരെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെയും കുറേ ഫോട്ടോസ് എടുത്ത് കണ്ടോ. അതാണ് കേട്ടോ ഞങ്ങളുടെ കാറ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കഥയും പറഞ്ഞ്. ശരിക്കും ഒരു ഈവനിങ് ആയതുകൊണ്ട് തന്നെ വഴി കൂടി പോകുന്നവരും വരുന്നവരും അല്ലേ ഇതെന്താണ് ഈ കാണിക്കുന്നത് ഈ വഴിയിൽ നിന്ന് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഉണ്ടിട്ടാണ് ഗൈസ് ഞാനും എൻ്റെ ചേച്ചിയും കൂടി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ശരിക്കും അവളൊരു പ്രഗ്നൻ്റ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി പിള്ളേരെ അധികം താല്പര്യമില്ലായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പിള്ളേരോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായി. അതായത് കുഞ്ഞുണ്ടാകാതെ അവൾക്കാണെങ്കിലും മനസ്സുകൊണ്ട് അമ്മയായത് ഞാനാണ്. എനിക്കത് എത്ര ചിറ്റമാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. ശരിക്കും ഓരോ തവണ അവൻ്റെ ഓരോ ചലനങ്ങൾ നമുക്ക് കിക്ക് കിട്ടുമ്പോഴൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു മാനസിക സന്തോഷം. അതെന്താണ് വരുന്നതിന് മുന്നേ തന്നെ ആ കുഞ്ഞിനോട് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയാണ്. പിന്നെ ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നേ കാര്യമില്ല. അത് നമുക്കറിയാവുന്നവരാണ്. എൻ്റെ പൊന്നും ഒരു തരത്തിലും പറ്റത്തില്ല. ചീച്ചി നമ്മുടെ ഇടപാട് വരും. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ വെച്ചപ്പോൾ ലിപ്സ്റ്റിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അവളതിന് ചീത്ത പറഞ്ഞുകൊണ്ട് ഉമ്മ വെക്കുന്ന പോലെ ആക്ട് ചെയ്യുകയാണ് ഗൈസ് ഞാനിവിടെ. കണ്ടില്ലേ, ഓരോരുത്തർ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുകയില്ല. അങ്ങനെ എനിക്കും 2 ഫോട്ടോ കിട്ടി ഗൈസ്. നമുക്കറിയാവുന്നൊരു ചേട്ടനായിരുന്നു കേട്ടോ ക്യാമറമാൻ. അതുകൊണ്ട് തന്നെ വന്ന് നമ്മുടെ പിള്ളേരെ എല്ലാം സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് എനിക്കാണെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ അന്ന് കിട്ടിയ ഫോട്ടോസൊക്കെ പല അടിപൊളിയായിരുന്നു. അതും ഞാൻ കാണിക്കും കേട്ടോ ലാസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഓരോ തവണ ഇവളുടെ കൂടെ എപ്പോൾ പോയാലും എനിക്ക് നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ചൊറിയാണ് ലാസ്റ്റ് ചൊറിയാണ്. ഇനി നമുക്ക് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ കാണാം ഗൈസ്. ശരിക്കും ടൈം ഫ്ലൈസ്. അതായത് ഫോട്ടോസ് എന്ന് പറയുന്നത് ഒരു ലിവിങ് മെമ്മറി എന്നല്ലേ. അപ്പം നമുക്കിനി ഫോട്ടോസൊക്കെ കുറച്ച് കാണാം ഗൈസ്. You wanna hide away sometimes. I know you hurt.